നമ്മൾ മിക്കവാറും എല്ലാവരും മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ മല്ലിയും മുളകും ഒക്കെ കഴുകി ഉണക്കി പൊടിപ്പിച്ച് വെക്കാറുണ്ടല്ലേ. ഇനി മല്ലി പൊടിക്കുമ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് ഒന്ന് വറുത്ത് പൊടിച്ചു നോക്കൂ. ഇതിൻ്റെ രുചി ഒരുപാട് ഇരട്ടിയായിട്ട് വർദ്ധിക്കും. അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ മസാലപ്പൊടിയുടെ റെസിപ്പിയാണ് ഈ വീഡിയോയിലുള്ളത്. ഇതിനായിട്ടിതാ 1 കപ്പ് പച്ചമല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം. വെജിറ്റബിൾ കറിക്കും മുട്ടക്കറിക്കും നോൺ വെജ് കറിക്കും ഒക്കെ നമുക്ക് ഈ മല്ലിപ്പൊടി ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതൊരു സ്പൂൺ ചേർത്താൽ മതി, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഈ മല്ലി 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെയിലത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. 1 പിടിയോളം മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ടവൽ ഇതുപോലെ നിരത്തി വെച്ച് ഒന്ന് ഒപ്പിയെടുത്താൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നതാണ്. ഈ മല്ലിയിലയൊക്കെ ചേർത്ത് പൊടിച്ചെടുത്താൽ ഒരു സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ മല്ലിപ്പൊടിക്ക്. അപ്പോൾ ഇതാ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയതിന് ശേഷം മല്ലിയില അതിലേക്കിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും മല്ലിയില ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ കഴുകിയെടുത്ത് ഉണക്കി വെച്ചിരിക്കുന്ന മല്ലി ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് മല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ മില്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ മിക്സിയിൽ തന്നെയാണ് ഞാൻ പൊടിച്ചെടുക്കാറ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ പൊടിച്ചെടുക്കാറുള്ളൂ. അപ്പോൾ 1 കപ്പ് മല്ലിക്ക് ഇത്രയും മല്ലിയില മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മട്ട അരിയാണ്. മട്ടയരിയോ പൊന്നിയരിയോ ചോറ് വയ്ക്കുന്ന ഏതരിയും നമുക്ക് എടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതും 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം ടവലിലൊന്ന് ഒപ്പിയെടുത്ത് ഒന്ന് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഡ്രൈ ആയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ടവലിലൊന്ന് ഒപ്പിയെടുത്താൽ മതി. മല്ലിയുടെ ഒപ്പം തന്നെ ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരി ചേർത്ത് പൊടിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല കൊഴുപ്പും കിട്ടും. ഇതിൻ്റെ ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം. ഇനി ചേർക്കുന്നത് 3/4 ടേബിൾ സ്പൂണോളം പെരുംജീരകമാണ്. 1 കപ്പ് മല്ലി ആയതുകൊണ്ടാണ് ഇത്രയും ഞാൻ എടുത്തിരിക്കുന്നത്. കൂടുതൽ ക്വാണ്ടിറ്റി മല്ലി എടുക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും അളവ് അതിനനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കറിവേപ്പിലയൊക്കെ ഒന്ന് ഡ്രൈ ആയി ക്രിസ്പി ആയി വരുന്നത് വരെ വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ മല്ലിയും നന്നായിട്ട് റോസ്റ്റായി നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങും. നിങ്ങളുടെ കയ്യിൽ ചുക്കുണ്ടെങ്കിൽ 1 കഷ്ണം ചുക്ക് കൂടി ഈ സമയത്ത് ഇതിൻ്റെ ഒപ്പം ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ചുക്കില്ലാത്തത് കൊണ്ട് ഏറ്റവും അവസാനം ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നത്. ഇത് കൂടി ചേർത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു അളവിൽ പൊടിച്ച് വെച്ചാൽ എനിക്കിത് 1 മാസത്തേക്കൊക്കെ ഉണ്ടാകും കേട്ടോ. നമ്മളിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല, പുറത്ത് തന്നെ 1 വർഷത്തേക്കൊക്കെ കേടാവാതെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ മല്ലി നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും നല്ല ക്രിസ്പി ആയിട്ട് കണ്ടില്ലേ. ഇത്രയും മതി. ഇതിനി ചൂടാറാനായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ചുക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് 1 കഷ്ണം ചുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതില്ലാത്തത് കൊണ്ട് ഇതാ 1 ഇഞ്ചോളം വലുപ്പത്തിൽ ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത ഇഞ്ചിയാണിത്. ഇത് നമ്മൾ നേരത്തെ മല്ലി റോസ്റ്റ് ചെയ്ത അതേ പാനിലേക്ക് തന്നെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓരോ പ്രാവശ്യം മല്ലി പൊടിച്ചെടുക്കുമ്പോഴും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ചേരുവകൾ ചേർത്തൊന്ന് പൊടിച്ചെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ കൂടുതൽ അളവിൽ പൊടിച്ചെടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇഞ്ചി ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അടിയിലൊക്കെ പറ്റി പിടിക്കും കേട്ടോ. അത് മെല്ലെ മെല്ലെ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ കരിഞ്ഞു പോകാതെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഇഞ്ചി ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മല്ലിയുടെ ഒപ്പം തന്നെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം വേണം ഇതെല്ലാം കൂടി പൊടിച്ചെടുക്കാനായിട്ട്. ഇഞ്ചി ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ. കിച്ചൺ മുഴുവൻ ഇഞ്ചിയുടെ സ്മെല്ലാണിപ്പോൾ. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുന്ന ഈ പൊടിക്കും നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും ഇത് ചേർത്താൽ. ഇഞ്ചി നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലേ ഈ പൊടി നമുക്ക് കൂടുതൽ കാലം കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അത് കണ്ടില്ലേ, നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയിലയും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഫൈൻ പൗഡറായിട്ട് ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ചൊക്കെ ഉണക്കിയെടുത്ത
ബോട്ടിൽ വേണം നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലോ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഗ്ലാസ് ബോട്ടിലാണ് ഏറ്റവും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെജിറ്റബിൾ കറിക്കും ഫിഷ് കറിക്കും അതുപോലെ തന്നെ നോൺ വെജ് കറിക്കും മുട്ടക്കറിക്കും ഒക്കെ നമുക്ക് ഈ പൊടി ഉപയോഗിക്കാവുന്നതാണ്. കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഒരു സ്പൂൺ ഈ മല്ലിപ്പൊടി ചേർക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു കടലക്കറി ഉണ്ടാക്കി കാണിക്കാം. അതിനായിട്ട് ഇത് 1/2 കപ്പ് കടല ഞാൻ ഇന്നലെ രാത്രി കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഇതൊന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ഒരു തക്കാളിയുടെ പകുതി സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു ലോ ഫ്ലെയിമിലിട്ട് 5 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം കുക്കർ അടച്ച് ഒരു 3 വിസിൽ വരുത്തി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 3 വിസിൽ വന്നതിന് ശേഷം ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. കടല നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ കുറച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ പിഴിഞ്ഞ് പാലെടുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കോക്കനട്ട് മിൽക്ക് പൗഡർ ആയതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. തേങ്ങാപ്പാലാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. അതിനായിട്ടൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് മൂപ്പിച്ച് നമ്മുടെ കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ മല്ലിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു കടലക്കറിക്ക്. തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ കടലക്കറിയല്ലേ, അടിപൊളിയല്ലേ. പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു സ്പെഷ്യൽ മല്ലിപ്പൊടിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.